വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിവ്യൂ വീഡിയോ ആണ്. ഓക്കെ വേണ്ട റിവ്യൂ എന്ന് പറയുന്നതിനുപരി എനിക്ക് കിട്ടിയ ഒരു പണിയാണ്. പണി എന്ന് പറഞ്ഞാൽ ഞാൻ ആശിച്ച് വാങ്ങി മീൻസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. മുന്നേ പ്രൊഡക്റ്റ് അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലിക്സിൻ്റെ ഹെയർ ഫോൾ ഷാമ്പു, കണ്ടീഷണർ, അതുപോലെ തന്നെ ഹെയർ ഓയിലും പിന്നെ സെറം. ഈ മൂന്നും അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഒരു 1 month 2 month ആകുമ്പോൾ റിവ്യൂ ചെയ്യാമെന്നും പറഞ്ഞിട്ടായിരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള അനുഭവം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ യൂസ് ചെയ്തുകൊണ്ടുണ്ടായത് റോസ്മെരിയുടെ മാമാരത്തിൻ്റെ റോസ്മെരി ഹെയർ ഗ്രോത്ത് ഓയിലാണ്. ഇത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു 2 ബോട്ടിൽ ഞാൻ ഫിനിഷ് ചെയ്തതാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ സെയിം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരുന്നു ഫ്ലിക്സിൻ്റെ ഇത് കണ്ടുകൊണ്ടിരുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് അൺബോക്സിങ് സമയത്ത്. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ അത്ര ആശിച്ച് വാങ്ങിയതായിരുന്നു. അപ്പോൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് നോക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ശരിക്കും ഞാൻ നോക്കി യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് മുന്നേ മൈഗ്രെയിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തലവേദനേൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ പറ്റില്ല. അപ്പം ഇതുവരെ ഓയിൽ തേച്ചിട്ട് തലയിൽ അങ്ങനെ ഒരു ഓയിൽ തേക്കുന്ന വിഷയമുകൊണ്ട് ഒരു തലവേദന ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഒരു വൈദ്യരെ കാണിച്ച് കുറച്ച് ട്രീറ്റ് ചെയ്ത്. ഞാനിപ്പോൾ ഒരു 1 month ആയി ഒന്നുമില്ല. ഞാൻ അതിൻ്റെ വീഡിയോ ഇൻജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാണാത്തവർക്കാണെങ്കിൽ ഞാൻ ഇതിലൂടെ പിൻ ചെയ്ത് കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കാണാം. അപ്പോൾ ഓക്കെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടുണ്ടായതാണ് റോസ്മെരി ഹെയർ ഗ്രോത്ത് ഓയിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് തലവേദന ഉണ്ടാകുമ്പോഴൊന്നും എനിക്ക് സീൻ ഉണ്ടായില്ല. അതിനുശേഷം തലവേദനയ്ക്ക് പോയി ട്രീറ്റ് ചെയ്ത് ആ സമയത്താണ് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഫ്ലിക്സിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഫ്ലിക്സിൻ്റെ ഇപ്പം കഴിഞ്ഞിട്ടില്ല കേട്ടതാ, കാണുവാറില്ല ഉണ്ട് കേട്ടോ. ഞാനത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് പകുതി ആകുമ്പോൾ തന്നെ ഞാൻ നിർത്താൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. എനിക്ക് ഈ റോസ്മെരിയുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഹെയർ ഫോൾസ് ഉണ്ടായിരുന്നു വെച്ചാൽ കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുത്ത് 1-2 മുടി അങ്ങനെ കിട്ടുന്നല്ല. എൻ്റെ ഹെയർ ഫോൾ കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അങ്ങനെ തലവേദന ഇഷ്യൂവോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിലും ഞാൻ അതിനുശേഷം ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ റോസ്മെരി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സെയിം കണ്ടത്. ഞാൻ അങ്ങനെ പ്രൊഡക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും നല്ലൊരു മാറ്റം ഉണ്ട് അല്ലെങ്കിൽ അത് യൂസ്ഫുൾ അല്ല എങ്കിൽ മാത്രമാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പക്ഷേ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടുണ്ടായത്. പക്ഷേ ഇത് റോസ്മെരിയുടെ സെയിം കണ്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് സെയിം റിപ്പീറ്റ് തന്നെ ഫ്ലിക്സ് നോക്കാമെന്ന് വിചാരിച്ചു. ഫ്ലിക്സിൻ്റെ എങ്ങനെയാണ് കമ്പനി നോക്കാൻ വെച്ച് വാങ്ങി. പക്ഷെ എനിക്കിത് യൂസ് ചെയ്ത സമയത്ത് ഇതിന് വെച്ചാൽ എന്താ പറയുക, ഒരു നമ്മൾ അപ്ലൈ ചെയ്തു, കുറച്ച് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞു, ഹെയർ വാഷ് ചെയ്ത് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂറാക്കി. 1/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തല ഇങ്ങനെ വെട്ടിപ്പോളെ. തല മീൻസ് നമ്മുടെ ഇവിടെ ഒരു ഭയങ്കര പെയിൻ പോലെ ഒരു ഫീല്. അതുമാത്രമല്ല ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് സാധാരണ നല്ല സ്മെല്ലാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു ഇങ്ങനെ ചില പെർഫ്യൂം നല്ല സ്മെല്ലായിരിക്കും, പക്ഷെ അത് ചിലപ്പോൾ തലയിൽ ഇവിടെ കയറും. അതുപോലത്തെ ഒരു സ്മെല്ലാണ്. പക്ഷെ എനിക്കതുകൊണ്ട് തന്നെ ഈ റോസ്മെരിയുടെ മൈൽഡ് സ്മെല്ലാണ്. റോസ്മെരി മാമാരത്തിൻ്റെ. സോ മാമാരത്തിൻ്റെ ഇതുവരെ എനിക്ക് ഒരു പ്രൊഡക്റ്റും ഞാൻ പറയാലോ 100% ആയിട്ട് പറഞ്ഞാൽ മാമാരത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇതുവരെ എനിക്കൊരു കംപ്ലൈൻറ്റ് ഇഷ്യൂ തോന്നിയിട്ടില്ല. സോ ഭയങ്കരമാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് നല്ലൊരു ബേബി ഹെയർ ഓയിലിൻ്റെ ഒക്കെ സ്മെല്ലാണ് കേട്ടോ മാമാരത്തിൻ്റെ. നൈസ് സ്മെല്ലാണ്. പക്ഷെ അത് കഴിഞ്ഞാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്മെല്ല് നമ്മൾ നോക്കിയാലുണ്ടല്ലോ, അത് നമുക്കൊരു തലയിൽ ഒരു കഷായോ ഒരു ആയുർവേദ ഒരു കഷായത്തിൻ്റെ സ്മെല്ലാണ്. അത് ചിലപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് പറ്റാത്തതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് തലവേദന. ഇത് യൂസ് ചെയ്യുമ്പോൾ തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ തലവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ കുളിക്കും. അതാണോ തലവേദനയുടെ ഇഷ്യൂ എന്ന് എനിക്ക് അറിയുന്നുണ്ടായില്ല. സോ ഞാനിത് അങ്ങനെ 1.5 ഞാൻ എപ്പോഴും വാഷ് ചെയ്യുന്നത് തല ഒരു വീക്സ് 2 times തല ഇപ്പോൾ കഴുകാറുള്ളൂ ഒരാഴ്ചയിൽ. ആ ഒരു ടൈമിലാണ് ഹെയർ ഓയിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ റോസ്മെരി മാമാരത്തിൻ്റെ അപേക്ഷിച്ചിട്ട് ഇതിലെ കണ്ടൻസ് കുറച്ച് കൂടുതലാണ്. ചില കണ്ടൻസ് ചിലപ്പോൾ ചിലർക്ക് ഇറിറ്റേഷൻ ആവാം. ഇപ്പം നമുക്ക് ഇപ്പോൾ ക്രീം കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാച്ച് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയാം. പക്ഷെ നമുക്ക് സ്കിന്നിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസ് നേരത്തെ മനസ്സിലാവും. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ ഇവിടെ വെച്ചാലും ഒന്നും ഇറിറ്റേഷൻസ് അറിയാനൊന്നുമില്ല. പാച്ച് ടെസ്റ്റ് നമ്മൾ തലയിൽ യൂസ് ചെയ്താലും മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയൂ. കാരണം തലയിൽ യൂസ് ചെയ്യുന്ന ഓയിലാണല്ലോ. സോ ഞാനത് ആദ്യമൊന്നും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെയാണ് അത് എനിക്ക് ഇത് യൂസ് ചെയ്യുന്ന ദിവസമാണോ ഞാൻ നോക്കി.
അങ്ങനെ ഞാൻ ഒരു ദിവസം യൂസ് ചെയ്ത് തലവേദന കണ്ടു. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇത് ആ ദിവസം ഞാൻ യൂസ് ചെയ്ത് നോക്കി. അതേപോലെ തന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ തലവേദന ഉണ്ടായിരുന്നു. പിന്നെയും അത് ഒന്ന് നമുക്കൊന്ന് അത് ആണോ എന്നുള്ളത് ഉറപ്പിക്കണ്ടേ, അതിനുവേണ്ടി ഞാൻ പിന്നെയും 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും തല വാഷ് ചെയ്തു. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ചെറിയ തലവേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. അപ്പോൾ അത് വീഡിയോ ചെയ്യാനാണ് വെച്ചത്. കുറേ ദിവസം മുന്നേ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റായി പോയി. സോ അപ്പോൾ പ്ലിക്സിൻ്റെ ഹെയർ ഓയിലിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമല്ല ഗൈസ്. സോ അടുത്ത നമ്മുടെ സെറം നോക്കാം. പ്ലിക്സിൻ്റെ ഹെയർ സെറം ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഹെയർ സെറം അപ്ലൈ ചെയ്യുന്നത്. നൈറ്റ് കിടക്കുമ്പോഴാണ് യൂസ് ചെയ്യാറ്. അതും ഡെയിലി യൂസ് ചെയ്യാറില്ല. ഒന്നരാടം നമ്മൾ ഏതോ ദിവസം തല കഴിയുന്ന അതിൻ്റെ തലേനാളാണ് ഞാൻ ഹെയർ സെറം യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് എന്തായാലും ഇതും 4 യൂസ് ചെയ്തിട്ട് വേണ്ട ഒരു പോസിറ്റീവ് റിസൾട്ടാണ് വേണ്ടത് ശരിക്കും. പക്ഷെ എനിക്ക് 1 മന്ത് കഴിഞ്ഞു, പക്ഷേ പോസിറ്റീവ് റിസൾട്ട് അല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും പ്ലിക്സിൻ്റെ പ്രൊഡക്ട്സിനോട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമല്ല. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടാവും. ചില ഹെയർ ടൈപ്സിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല വൃത്തി അത് പറ്റുന്നുണ്ടാവും. അപ്പോൾ നല്ല വൃത്തി പറ്റുന്നവരുണ്ടെങ്കിൽ പറയണേ, കുഴപ്പമില്ല എന്നുള്ളത് കമൻറ്റിലൊന്ന് അറിയിക്കാനുണ്ടാവും. ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെയാണോ എല്ലാവരുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്ലിക്സിൻ്റെ കുറേ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കുറേ റിവ്യൂസ് കണ്ടിട്ടാണ് ഇത് വാങ്ങിയത്. ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായില്ല, ഷോർട്സ് കണ്ടിട്ടേ ഉണ്ടായിരുന്നു. ഷോർട്സ് ഒരുപാട് കണ്ടിരുന്നു. നല്ല കുറേ പോസിറ്റീവ് കമൻസ് ഒക്കെയാണ് ഉണ്ടായത്. സോ അതുകൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. ബട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല പ്ലിക്സിൻ്റെ പ്രൊഡക്റ്റിനോട്. പക്ഷേ ഷാമ്പു കണ്ടീഷണർ കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ഷാമ്പു ആയാലും കണ്ടീഷണർ ആയാലും ഇതിന് അത്ര വലിയ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല. മൈൽഡായിട്ട് നല്ല മുടിക്ക് നല്ല വൃത്തി, നല്ല ഒരു സോഫ്റ്റ്നിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. കണ്ടീഷണറൊക്കെ ഓക്കെയാണ്. ബട്ട് എന്തോ ഹെയർ ഗ്രോത്ത് ഓയിലും സെറവും എനിക്ക് വലിയ നല്ല അഭിപ്രായം ആയിരുന്നില്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ റിവ്യൂ എന്നതിലുപരി എനിക്കുണ്ടായൊരു അനുഭവം. അപ്പോൾ പ്ലിക്സിൻ്റെ ഹെയർ ഓയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുൾ കാണാൻ നോക്കാം, സ്കിപ്പ് അടിക്കാൻ തന്നെ. കാരണം എൻ്റെ അനുഭവം ഫുള്ള് നിങ്ങൾ കണ്ടിട്ട് വേണമെങ്കിൽ വാങ്ങിയാൽ മതി. കാരണം ഇപ്പോൾ ഇനി വാങ്ങാൻ നിൽക്കുന്നവർക്കുള്ളതാണ്. വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നല്ല അനുഭവമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പറയാനില്ല. ചിലപ്പോൾ എൻ്റെ ഹെയറിൻ്റെ പ്രോബ്ലം കൊണ്ടാവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനുണ്ടാവും പ്ലിക്സിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ നിൽക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള ഗൈസ് വീഡിയോ. പുതിയ വീഡിയോയുമായി കാണുന്നവരെ